സ്ത്രീകളുടെ പേരിൽ ലോൺ എടുത്ത് കബളിപ്പിച്ചതായി പരാതി. മണ്ണാർക്കാട്ടെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 45ഓളം സ്ത്രീകളുടെ പേരിൽ ലോൺ എടുത്ത സ്ത്രീകളെ കബളിപ്പിച്ച പണവുമായി കടന്നുകളഞ്ഞ സ്ത്രീക്കെതിരെയാണ് പരാതി. അപ്പോൾ രണ്ടുപേരും തോന്നുന്നു അവരുടെ പേരിൽ വേറെ സജിത പറഞ്ഞിട്ട് പേരിലാണ് വന്നെടുത്തത്. അപ്പോൾ അത് ഒന്ന് 16 അടച്ചു, ഒന്ന് 5 അടച്ചിട്ട് ബാക്കി എമൗണ്ട് അടയ്ക്കാണ്ട്. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞത് മുഴുവൻ ക്ലോസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അവിടെ പോയിട്ട് ഇപ്പോൾ വോയിസ് ഇട്ടിരിക്കുന്നത് ആരും ചതിക്കില്ല എന്നുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഇട്ടിരിക്കുന്നത്. മരുമകൻ പിന്നെയും ഞങ്ങളെ വേറെ ഇൻവെസ്റ്റിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ബിറ്റ് കോയിനിൽ അടയ്ക്കണം 20,000 രൂപ, അന്ന് ഈ പൈസ ഞാൻ നിങ്ങൾക്ക് അടച്ചു തരാമെന്നുള്ള വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് പറ്റില്ല പറഞ്ഞപ്പോൾ പൈസ അടയ്ക്കാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. മുണ്ടക്കണ്ണി സ്വദേശി കുന്നുമ്മൽ വിജയലക്ഷ്മിക്കെതിരെയാണ് മണ്ണാർക്കാട് പോലീസിൽ മുണ്ടക്കണ്ണി സ്വദേശികൾ പരാതി നൽകിയത്. മണ്ണാർക്കാട് സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി, ഇസാഫ് ബാങ്ക്, പാലക്കാട് ജില്ലാ സ്വയം സഹകരണ സംഘം, റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, വനിതാ സ്വയം സഹകരണ ബാങ്ക്, വികാസ് തുടങ്ങി നിരവധിയായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മുണ്ടക്കണ്ണിയിലെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് ലോൺ എടുത്ത് പണവുമായി കടന്നുകളഞ്ഞതായാണ് പരാതി. വിജയലക്ഷ്മി മുണ്ടക്കണ്ണിയിലെ വീട് വിറ്റ് വിദേശത്തേക്ക് കടന്നുകളഞ്ഞതായി സംശയമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ പറഞ്ഞ വിജയലക്ഷ്മി പറയുന്നത് അമ്മായിയാണ്. അപ്പോൾ അമ്മായിനെ വിശ്വസിച്ച് ഈ ലോണുകളെല്ലാം എടുത്ത് കൊടുത്തിരിക്കുന്നത്. മകള് അടയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോണുകളൊക്കെ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മാസം 35,000 രൂപ വെച്ച് ചെല്ലേണ്ടതാണ്. അതിന് ഓരോ മാസം 5,000, 4,000 ചെന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൃത്യമായിട്ട് കൊടുക്കുന്ന സംഖ്യയാണ് അത് അടക്കാനായിട്ട് കൃത്യത എത്തിച്ചിരുന്നത്. അത് എത്തിച്ചിട്ടില്ല ബാങ്കിൽ. അത് ബാങ്കിൽ പോയി പറഞ്ഞപ്പോൾ ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ പരാതി പറഞ്ഞു ഇവരെ എടുത്തണ്ടോന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ചോദിക്കേണ്ട പറഞ്ഞിട്ട് രേമയോട് ചോദിക്കേണ്ട പറഞ്ഞിട്ട് ഫയലിൽ എഴുതി വെച്ച് കാണിച്ചു തന്ന സ്റ്റാഫുകൾ. അപ്പോൾ രേമ അറിയാതെ എങ്ങനെയാണ് പൈസ കൊടുത്തു പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് അവർ എന്നിട്ട് തമ്മിൽ പറയുകയൊക്കെ ചെയ്തു ബാങ്കിൽ. പാവപ്പെട്ട സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പേരിൽ മണ്ണാർക്കാട്ടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്ത് 1/2 കോടിയോളം രൂപയായി മുങ്ങിയ സ്ത്രീയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബാങ്കിൽ പോലും പോകാതെ ലോൺ എടുത്തു എന്ന് പറയുന്നതിൽ ബാങ്ക് ജീവനക്കാർക്കും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. ഇവരെ പലരുടെയും ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് വായ്പ എടുക്കുന്നത്. വായ്പ സ്വാഭാവികമായി അവരവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതിന് പകരം ഇവരുടെ കയ്യിൽ, ഈ വായ്പ എടുക്കുന്ന ആളുകളുടെ കയ്യിലല്ല പണം കൊടുക്കുന്നത്, പണം അവരാണ് കൈപ്പറ്റുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ തട്ടിപ്പിൻ്റെ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഏത് തട്ടിപ്പുകാർ വന്നാലും അവരെയൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് തട്ടിപ്പ് നടത്താനുള്ള അവസരം നമ്മുടെ നാട്ടുകാർ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് മണ്ണാർക്കാട് പോലീസ് ഇപ്പോൾ ഇവിടെ തന്നെ പാതി വരയ്ക്ക് സ്കൂട്ടറും മറ്റ് മെഷീനൊക്കെ പറഞ്ഞ് കുറേ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് കുറേ ആളുകൾ മുങ്ങി നടക്കുന്നു. മറ്റു പല തട്ടിപ്പും നടക്കുന്നു. മണ്ണാർക്കാട് തട്ടിപ്പിൻ്റെ കേന്ദ്രം ഒരു ആശുപത്രിയുടെ CBR ആശുപത്രിയുടെ മറവിൽ കുറേ ലക്ഷങ്ങൾ പാവപ്പെട്ട മനുഷ്യരും തട്ടിപ്പ് നടത്തി അവർ മുങ്ങി നടക്കുന്നു. അതുകൊണ്ട് തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമാക്കി മണ്ണാർക്കാടിനെ മാറ്റാനുള്ള ശ്രമമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാട് പോലീസ് ഈ വിഷയം വളരെ ഗൗരവമായി അന്വേഷിക്കണം. കുറ്റവാളികളെ കണ്ടെത്തണം. ആരൊക്കെയാണ് കുറ്റവാളികളെന്ന് കണ്ടെത്തണമെങ്കിൽ സമഗ്രമായ എൻക്വയറി ഈ വിഷയത്തിൽ നടത്തണം. അപ്പോഴാണ് മുഴുവൻ ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. UTV ന്യൂസ്, പാലക്കാട്.